എന്നിട്ട് അങ്ങോട്ടേക്ക് ചോദിക്കാൻ വരുന്നത്. പിന്നെന്താ വിളിക്കാൻ മടിയായോണ്ടോ? ഏട്ടൻ എങ്ങനെയാണോ ഉള്ളത്, ഓക്കെ ആണോ എന്നൊന്നും അറിയാത്തോണ്ട്. നീ വിളിച്ചാലല്ലേ ഓക്കെ ആവും, വിളിക്കാണ്ടൊന്നും ഞാൻ ഓക്കെ ആവില്ലല്ലോ. അങ്ങനെയെല്ലാം പറഞ്ഞോണ്ട് പിന്നെ എനക്കെന്തോ പോലെ തോന്നി. പറഞ്ഞത് വിട്. ഞാൻ ഏട്ടൻ ഓക്കെ അല്ലേ? ഞാൻ ഓക്കെയാ, കുഴപ്പമൊന്നുമില്ല ഇപ്പൊ. നീ ഓക്കെ ആയോ നോക്കാണ്ട്, നീ ഓക്കെ ആയാൽ മതി. എന്താ ഓക്കെ. ഞാൻ ഏട്ടന്റെ അടുത്ത് പറഞ്ഞു പോയല്ലോ എന്നുള്ളത് ആലോചിച്ചിട്ടുള്ള കുഴപ്പമുണ്ടായിരിക്കും, വേറൊന്നുമില്ല. പറഞ്ഞതിന് കുഴപ്പമൊന്നുമില്ല, കാരണം ഞാൻ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. നീ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞെന്താ, കുഴപ്പമൊന്നുമില്ല. നീ എന്ത് എന്നാ ചെയ്യുന്ന? ഞാനിങ്ങനെ ഇവിടെ കിടന്നു. ടി വി ഒന്നും കാണുന്നില്ലേ? കുറച്ചേരായിട്ടേ ഉള്ളൂ എത്തിയിട്ട്. ആ, പാലോടുക്കൊക്കെ പോയിട്ട്. എവിടെ പോയി നീ? പാലോടുക്കൊക്കെ ഉം. നാട്ടടുത്ത് പറഞ്ഞിട്ടില്ലേ? ആ ഞാൻ ഡ്രസ് മാത്രം വാങ്ങിച്ചു കൊടുത്തത്. ഞാൻ നീ അന്ന് പറഞ്ഞതിനെ പറ്റി ആലോചിച്ചോട്ടോ, ഒന്ന് മനസ്സിട്ട് ആലോചിച്ച് നോക്കി. ഞാൻ ആലോചിക്കണം. ഞാൻ പിന്നെ ആ ഒരു അന്നേരത്തെ ഒരു ഇതിൽ പറഞ്ഞു. അല്ല അങ്ങനെയല്ല, നീ പറഞ്ഞത് പറഞ്ഞ് അതിലെന്തെങ്കിലും കാര്യമുണ്ടോയെന്ന് ഞാൻ ആലോചിച്ച് നോക്കണ്ടേ? ആലോചിച്ച് നോക്കിയപ്പോ എനക്കും അതെന്തോ ഒരു ശരിയാന്നുള്ള രീതിയിൽ തോന്നി. ചേട്ടൻ കാര്യം തന്നെ പറയുന്നത്? കാര്യം തന്നെ. നല്ലോണം ആലോചിച്ചിനോ, അല്ലെങ്കിൽ വെറുതെ എന്നെ ഓക്കെ ആക്കാൻ വേണ്ടി പറയുന്നതാ? അല്ല, ഓക്കെ ആക്കാനല്ല, എനിക്ക് നീ ഹാപ്പി ആയിരുന്നാ മതി. ഓക്കെ എനിക്ക് ആക്കാൻ തിരിച്ചും അങ്ങനത്തെ ആഗ്രഹം ഉണ്ടാവില്ലേ ഏട്ടനും ഹാപ്പി ആയിരിക്കണമെന്ന്? ഞാൻ ഹാപ്പി തന്നെ, വേറെ കുഴപ്പമൊന്നുമില്ല. ഞാൻ ആ പുള്ളിക്കാരൻ്റെ അടുത്തൊന്നും പറഞ്ഞിട്ടില്ല. ഏട്ടാ പിന്നെ ഓക്കെ അല്ലാന്ന് വെച്ചാൽ ഒന്ന് മെസ്സേജ് അയക്കലോ വിളിക്കലോ ഒന്നുമില്ല, ഒന്നും പറഞ്ഞിട്ടില്ല. നീ ഹാപ്പി ആയിരിക്കില്ലേ? ഞാൻ ഹാപ്പി തന്നെ. നമുക്കൊരു പറഞ്ഞാല് ഹാപ്പി ഉള്ള കാര്യം തന്നെയല്ലേ ലൈഫിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമല്ലേ? അപ്പോ പിന്നെ വേറൊന്നും നോക്കണ്ട, ചിന്തിക്കണ്ട വേറെ. അതോടെ ഇതെല്ലാം അങ്ങ് നിർത്തിയാൽ മതി, വേറൊന്നും വേണ്ട. അപ്പോഴത്തേക്ക് എന്തായാലും ഞാൻ നാട്ടിൽ വരും. ആ, സത്യമായിട്ട് ഞാൻ സത്യസന്ധമായിട്ട് ഞാൻ പറയുന്നു. എനിക്കെന്തോ വിശ്വസിക്കാൻ പറ്റുന്നില്ല. സത്യമായിട്ട് ഞാൻ ജനുവരിയിൽ ഞാൻ എന്തായാലും വരും. പക്ഷേ ജനുവരിയിലോ? ഞാൻ മറ്റേ നീ പറഞ്ഞല്ലോ ഞാനും കൂടി ഉണ്ടാവണമെന്ന്, അതിന് ഞാൻ വരില്ല കേട്ടോ. അതെങ്ങനെയാ? അല്ല, അതിന് ഞാൻ വരേണ്ട ആവശ്യമില്ല. അത് എനിക്ക് അത് പറ്റൂല. അത് നിങ്ങൾ എങ്ങനെയാന്ന് വെച്ചാ നോക്കിയും കണ്ടു ചെയ്യും. ഏട്ടനില്ലാണ്ട് അത് സാരമില്ല, ഇപ്പോൾ ഞാൻ ഉണ്ടായിട്ടുള്ള അന്നേരം ഏട്ടൻ എന്തെങ്കിലും ഒരു ഇതുണ്ടാവൂലേ? എന്ത്? ഒന്നുമില്ല. അങ്ങ് കാര്യങ്ങൾ അറിയാലോ, അറിഞ്ഞാൽ മതി. അത് ലാസ്റ്റാണ് കേട്ടോ, പിന്നെ അങ്ങനെ ഒരു സംഭവമേ ഉണ്ടാവാൻ പാടില്ല. ആ ഒരു ഉറപ്പ് നീ എനിക്ക് തരണം. ഞാനെന്നാ അവൻ്റെ അടുത്ത് കൂടി പറഞ്ഞു നോക്കട്ടെ. ഞാൻ പറഞ്ഞിട്ടില്ല ഇക്കാര്യം. അത് പറഞ്ഞ് അവൻ ഓക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വേറൊന്നും ഉണ്ടാവാൻ പാടില്ല. ആ കാര്യം നീ എനിക്ക് ഉറപ്പ് തരണം. അതെല്ലാം ഞാൻ എപ്പോഴും ഏട്ടൻ പറയുന്നത് തന്നെയല്ലേ കേൾക്കില്ലേ?
ഇതിന് മാത്രം എന്റേതായ ഒരു തീരുമാനം, അതെ, ഇനി അങ്ങോട്ട് ഒരു ബാക്കിയുള്ള അഭിപ്രായം ഈ ഒരൊറ്റ പറയുന്നു. കാര്യം മാത്രമേ ഇത് തീരുമാനിക്കാവൂ, ബാക്കിയെല്ലാം ഞാൻ തീരുമാനിച്ചോളൂ. ഉം. അത് ഓക്കെ ഓക്കെ ആണെന്ന് എനിക്ക്. ആ അതല്ലേ ഏട്ടൻ പറയുന്നത് തന്നെ. പക്ഷെ ഏട്ടൻ എന്തോ വരൂലെന്ന് പറഞ്ഞപ്പോ എനിക്ക് എന്തോ ഒരു അങ്ങനെയല്ല, അത് നീ അത് അങ്ങനെ ചെയ്താൽ മതി. പിന്നെ നമ്മളെ ലൈഫിനെ ഒരിക്കലും ബാധിക്കാൻ പാടില്ല. ഇല്ല യാതൊന്നുമില്ല. ബാധിക്കുന്നുണ്ടെങ്കിൽ ഇനി ഉണ്ടാകാൻ പോകുന്ന പ്രശ്നം എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞ് കേൾക്കാണ്ട് വേറെ എന്തെങ്കിലും ഇനി നിന്റെ ഇഷ്ടത്തിന് ചെയ്താലാണ് ബാധിക്കുക. ഇല്ല അങ്ങനെ ഉണ്ടാവൂല, ഞാൻ പറഞ്ഞല്ലോ അങ്ങനെ ഉണ്ടാവൂലെന്ന്. അപ്പൊ പിന്നെ വേറെ പ്രശ്നമൊന്നുമില്ല. ഏട്ടനെ ഇരുന്ന പ്രോമിസ് അങ്ങനെ തന്നെ കൊണ്ടുപോകും. ഇപ്പോഴും എന്തോ എനിക്ക് എന്താ അല്ല വിശ്വാസം ഏട്ടൻ ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ പറഞ്ഞപ്പോ ഒരു പെട്ടെന്നല്ലല്ലോ, ആലോചിച്ചിട്ടല്ലേ. സത്യം പറഞ്ഞാൽ ഞാനിങ്ങനെ അത് ആലോചിച്ചിങ്ങനെ ഇരിക്കലില്ല. എന്നും പോയപ്പോ എല്ലാരും ഇങ്ങനെ ചോദിച്ച്, അപ്പൊ എന്തോ എനിക്കൊന്നും തിരിയുന്നില്ല. അപ്പൊ എന്തോ ഒരു ഇങ്ങനെ കഥയും കിടന്നത്. ഇനി അതിനുള്ള അവസരം ഉണ്ടാക്കണ്ട, ആരും ചോദിക്കാനുള്ള അവസരം ഉണ്ടാക്കണ്ട. ഏട്ടനപ്പ നാട്ടില് വരുന്നെന്നെല്ലാം ചോദിച്ചു. അയ്യോ. അപ്പൊ പിന്നെ ഇവിടുന്ന് വരുമ്പോ, നാട്ടിലേക്ക് വരുമ്പോ എനിക്ക് ആവശ്യമുള്ള എന്തെങ്കിലും നല്ല നല്ല സാധനമെല്ലാം കൊണ്ടുവരാം. എന്തായാലും ഞാൻ നിർത്തിയിട്ട് വരികയും ഞാൻ അയച്ച അത് ഒരു ഏട്ടൻ സർപ്രൈസ്. നിർത്തിയിട്ടാ വരുന്നത്? അതാ ഞാൻ പറയുന്നത്, ആക്ച്വലി ഒരു സർപ്രൈസ് തരാൻ വേണ്ടി നിന്നതേ. നിർത്തിയിട്ട് വരുമ്പോ. ശരിക്കും നിർത്തിയിട്ട് വരുന്നത്? ആ അതല്ല ഞാൻ ഇത്ര പിന്നെ നാള്. പോവില്ലേ? ഇല്ല, അപ്പൊ ഇവിടെ വന്ന് എന്താ ചെയ്യുവോ? അവിടെ വന്നു കഴിഞ്ഞാ അത്യാവശ്യം കയ്യിലാക്കിയിട്ടുണ്ടല്ലോ. കയ്യിലുണ്ട്, എന്നാലും എല്ലാവരും ചോദിക്കൂലേ എന്താ. എന്താ നാട്ടിൽ നിന്ന് വേറെ എന്തെങ്കിലും പണിക്ക് പോവാ? ഇവിടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിത് ഏത് കാലം തൊട്ട് വന്നതാ ഇവിടെ. 10-15 കൊല്ലായില്ലേ. ഏട്ടൻ അമ്മേന്റെ അടുത്ത് പറഞ്ഞിട്ട്. ഇല്ല, സർപ്രൈസ് തരാന്ന് വെച്ചതാ. കൊറേ കാലായില്ലേ എനക്കുണ്ടാവും ആഗ്രഹം നാട്ടിൽ വന്ന് തോന്നല്. എനിക്കെന്തെങ്കിലും എതിരഭിപ്രായം ഉണ്ടോ? ഇല്ല, എനിക്കെന്താ, ഞാൻ എപ്പോഴും പറയുന്നില്ല ഏട്ടൻ്റെ അടുത്ത് നാട്ടിൽ വരാൻ. ഏട്ടൻ വരാഞ്ഞിട്ടാണ് അല്ല, ഞാൻ ഇത്രയും ഉണ്ടാവേണ്ടി വന്നത്. നിർത്തിയിട്ട് വരുന്നതിനെ കൊണ്ട് എനിക്ക് എന്തെങ്കിലും എതിരഭിപ്രായം ഉണ്ടോന്ന് ഞാൻ ചോദിച്ചു. എനിക്കൊരു കുഴപ്പമില്ല. ഇപ്പോഴാണ് ശരിക്കും ഏട്ടൻ എന്റേത് എന്നുള്ള രീതിയിലായത്. അതില് ഞാൻ വിളിക്കുമ്പോ ഒന്ന് എൻ്റെ അടുത്ത് സംസാരിക്കാൻ പോലും ടൈം ഉണ്ടല്ലോ. എപ്പോഴും പണി പണി വർക്ക് തന്നെ. ഇപ്പൊ അല്ലേ ഏട്ടനൊന്ന് നോർമലായിട്ട് എൻ്റെ അടുത്ത് സംസാരിക്കുന്നത്. ഇനി എപ്പോഴും ഉണ്ടാവും. എനിക്ക് വേണ്ട എന്തെങ്കിലും എല്ലാരും ഒറ്റക്ക് സാധനങ്ങൾ പോകണ്ടല്ലോ. ഇനി എനിക്ക് വേണ്ട എന്തെങ്കിലും സാധനങ്ങൾ ഉണ്ടെങ്കിൽ, അതായത് ഞാൻ അയച്ചുതരാം. അയച്ചോ, ലിസ്റ്റ് ഇട്ടാ മതി. എനിക്ക് ഏതോ നിന്റെ മറ്റേ ഏത് ബ്രാൻഡാന്ന് എനിക്ക് ഓർമ്മയില്ല. മറ്റേ പെർഫ്യൂമിന്റെ ഏതാ വേണ്ടതെന്ന് വെച്ചാൽ അതും കൂടി അതിന്റെ ഫോട്ടോ ഒന്നും കൊടുത്ത് അയച്ചു. പിന്നെ അമ്മേനോടും ചോദിച്ചു അമ്മക്ക് എന്താ വേണ്ടേ, അങ്ങനെ ഇങ്ങനെ ഞാൻ ഏട്ടൻ ചോദിക്കുന്നു. വിളിക്കുമ്പോ പറയൂലേ ഇങ്ങോട്ട് വരുന്നുണ്ട്? ഇല്ല സർപ്രൈസാ? ഇല്ല, ഞാൻ പറയത്തില്ല. ഞാനിങ്ങനെ എനിക്ക് മാത്രമേ അറിയുള്ളൂ. കൊറിയർ അയച്ചു തരുമെന്ന് പറഞ്ഞാൽ മതി സാധനങ്ങൾ. അപ്പൊ അതിനു വേണ്ടിയിട്ട് അമ്മക്ക് എന്താ വേണ്ടതെന്നുള്ള കാര്യം നീ ചോദിച്ചു. എനിക്ക് നിർത്തിയിട്ട് വരണം എന്ന് തന്നെ ഉള്ള. ഇനിയിപ്പോ അതിന് പറ്റുമോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല, നോക്കി നോക്കാം. കാരണം
ബാധ്യത കൂടുമ്പോൾ എനിക്ക് നാട്ടിൽ നിന്ന് ആകുമോന്നും അറിയില്ല. ഇത്ര നാൾ അപ്പൊ നമ്മൾ ഞാനും കൂടി പണിക്ക് പോയിക്കോളാം. നീ പോണ്ട, നീ കഷ്ടപ്പെടണ്ട. ഇത്ര നാൾ നമ്മൾ രണ്ടാളല്ലേ ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ ഞാൻ അതിൻ്റെ ആ ഒരു ഇതിലാണ് ഇത്ര നാളും നിന്നെ. ഇനി നാട്ടിൽ പോയാലും അത്യാവശ്യം നമുക്ക് രണ്ടാൾക്ക് ജീവിക്കേണ്ടതെല്ലാം ഓക്കെ ആക്കി വെച്ചല്ലോ. അതിലിപ്പോ കുറച്ച് ഏത് പൈസയിലാണ് നമുക്കെന്തെങ്കിലും ബിസിനസ് തുടങ്ങിയാലോ? ബിസിനസ് ചെയ്യാനൊന്നും തലവേദന, ഇനിയും അതിൻ്റെ തലവേദനയൊക്കെ കഴിയും. അത് കാലേക്ക് ഇപ്പൊ നമ്മൾ ചിന്തിക്കണ്ട. ആദ്യം എങ്ങനെയെങ്കിലും ഒരു നോക്കട്ടെ കുട്ടി, അത് കഴിഞ്ഞിട്ട് ബാക്കി നോക്കാം. എല്ലാം പിന്നെ നോക്കാം. നീ നിന്നാ അവനോട് ചോദിച്ചു നോക്കാം. ചോദിച്ചോക്കാം.